ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി നമ്മളെ തലശ്ശേരി കണ്ണൂർ സൈഡിലെല്ലാം കാണുന്ന മുട്ട സുർക്കയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിതാ ഫസ്റ്റ് അരി സോക്ക് ചെയ്യാൻ വെക്കുന്നതാണ്. അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പച്ചരി എടുത്തിന്. ഇത് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വെക്കുക. പിന്നെ ഇത് പച്ചരി അല്ലാണ്ട് നമ്മളെ ബോയിൽഡ് റൈസ് ഇല്ലേ, നമ്മളെ പുയിങ്ങലരി, അതെടുക്കുന്നവരും ഉണ്ട്. ഞാനിപ്പം പച്ചരിയാണ് എടുത്തിന്. അങ്ങനെ ഞാനിതാ ഒരു 4 മണിക്കൂറിന് ശേഷം നമ്മളെ അരിയിലുള്ള വെള്ളമെല്ലാം മാറ്റിയിട്ട് അതിലേക്ക് 2 കപ്പ് തന്നെ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് പച്ചരിക്ക് ഞാൻ 2 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിതാ മിക്സിൻ്റെ ജാറിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിയും ചോറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പകുതിയോളം ഞാൻ ഫസ്റ്റ് ട്രിപ്പിലിട്ടിന്. ഇനി ഇതിലേക്ക് ഇടേണ്ടത് മുട്ടയാണ്. മുട്ട സുർക്ക എന്നുള്ള പേര് പോലെ തന്നെ മുട്ട ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ ഒരു മുട്ട ഇട്ട് കൊടുത്തിന്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിന്. വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോകാണ്ടിരിക്കാൻ നോക്കുക. ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് അരച്ചെടുത്തിന്. ഇതാ നല്ല പേസ്റ്റ് പോലെ അരച്ചിന്, തരിയൊന്നും ഇല്ലാണ്ട്. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം കൂടിപ്പോകാണ്ട് നോക്കിയാൽ മതി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ട്രിപ്പും ആ സെയിം പ്രൊസീജിയർ. നമ്മൾ അരിയും ചോറും ഉള്ള മിക്സും പിന്നെ ഒരു മുട്ട, കുറച്ച് വെള്ളം, ഇതരക്കാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിന്. അപ്പോൾ ഞാൻ ടോട്ടൽ എടുത്ത മുട്ട 2 എണ്ണമാണ്. 2 കപ്പ് പച്ചരി എടുത്തപ്പോൾ 2 മുട്ടയാണ് ഞാൻ എടുത്തിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 മുട്ട എടുക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കാം. ഞാനിപ്പോൾ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇതാ ഞാൻ സെക്കൻഡ് ട്രിപ്പും കൂടി അരിച്ചിന്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ട ഇങ്ങനെയാണ് നമ്മളെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിനായിട്ട് ഇങ്ങനെ തന്നെ മുട്ട സുർക്ക ഉണ്ടാക്കാം. പക്ഷെ നമുക്കിഷ്ടം വേറെ ടൈപ്പാണ്, അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ ഞാനിതാ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിന്. ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ എടുത്തിന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയാണ് നമുക്കിഷ്ടം. ഈ മുട്ട സുർക്കൻ്റെ ബാറ്ററിലേക്ക് ഉള്ളി, ക്യാരറ്റ്, പിന്നെ മല്ലിച്ചപ്പ്, ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളകും കൂടി ഇടാം. ഞാനിപ്പോൾ ഇടുന്നില്ല, കാരണം കുട്ടികൾ തിന്നുന്നതുകൊണ്ട് തന്നെ പച്ചമുളക് ഇട്ടാൽ അവർ കഴിക്കൂല. അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. നിങ്ങൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം. ഇങ്ങനെ ആക്കിയാലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. പ്ലെയിനായിട്ട് മുട്ട സുർക്ക ആക്കുന്നതിനേക്കാളും ഇങ്ങനെ ഉള്ളിയും ക്യാരറ്റെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടിയും ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിന്. പിന്നെ ഈ ക്യാരറ്റും ഉള്ളിയെല്ലാം ഇടുമ്പോൾ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ ഇത് നമ്മൾ ഓയിൽ ചൂടായിന്. ഞാൻ ഓരോ മുട്ട സുർക്കയായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന. ഫസ്റ്റ് നമ്മൾ ബാറ്റർ ഒഴിച്ച പാടന്നെ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക. കാരണം ഇത് അരി ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ കുറച്ച് കട്ടിയിലല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് കുക്ക് ചെയ്യാൻ കുറച്ചൊന്ന് ടൈം എടുക്കും. ഓരോ സൈഡ് നമുക്ക് 2 മിനിറ്റ് വെച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ മുട്ട സുർക്ക അധികം ഗോൾഡൻ ബ്രൗൺ കളർ ആവണ്ട, ചെറിയൊരു ഗോൾഡൻ കളർ ആയാൽ തന്നെ നമുക്ക് എടുക്കാം. ഓവറായിട്ട് കളർ മാറിയാൽ രസം ഉണ്ടാവില്ല കാണാൻ. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള മുട്ട സുർക്കയും കൂടി അങ്ങനെ ഉണ്ടാക്കാം. ഇതിപ്പോൾ എൻ്റെ മുട്ട സുർക്കൻ്റെ ഷേപ്പ് കുറച്ച് മാറ്റമുണ്ട്. കാരണം സാധാരണ നമ്മൾ നല്ല കുഴിയുള്ള ചീനച്ചട്ടിയിലല്ല ഉണ്ടാക്കുക. എൻ്റെ ചീനച്ചട്ടി കുറച്ച് പരന്നതായതുകൊണ്ട് ഇത് ഒഴിക്കുമ്പോൾ ഇങ്ങനെ പൂരി പോലെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഷേപ്പ്. പക്ഷേ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല, അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. നല്ല പെർഫെക്റ്റ് മുട്ട സുർക്കൻ്റെ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ട നല്ല ആരെല്ലാം വന്നിട്ട് അടിപൊളിയും കഴിക്കാൻ കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണ്. നമുക്ക് വേണമെങ്കിൽ കറി കൂട്ടിയിട്ട് തിന്നാം, അല്ലാണ്ടും തിന്നാൻ നല്ല ടേസ്റ്റാണ്. പ്ലെയിനായിട്ട് ഇങ്ങനെ വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.